കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാന്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കുവാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ഈശോ കടന്നുപോയ ഒരനുഭവം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ കടന്നുപോകുന്ന സമാനമായ അവസ്ഥയാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫരിസേയർക്കും നിയമജ്ഞർക്കൊന്നും പുതിയ സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷ ചിന്താഗതികളെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റിയില്ല. അതുകൊണ്ടാണ് പുതിയ തോൽക്കുടങ്ങളെന്നും പുതിയ വീഞ്ഞ്, പരിശുദ്ധാത്മാവ് പുതുവീഞ്ഞിന് പരിശുദ്ധാത്മാവായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ ചിന്താരീതികൾ, യേശു കൊണ്ടുവന്ന സ്നേഹത്തിൻ്റെ നവീനമായ സുവിശേഷത്തിൻ്റെ ചൈതന്യം, ഇതൊക്കെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒന്നും സ്വീകരിക്കാൻ പറ്റാതെ പോയ ഒരു ജനത്തോട് കർത്താവ് തൻ്റെ ഭാരം, വേദന പങ്കുവയ്ക്കുക. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ ഒരു അവസ്ഥ ഇന്ന് പലരും അനുഭവിക്കുകയാണ്. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയല്ലേ. ഈ ജനറേഷൻ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് കുട്ടികളെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പ്രായം അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പം നിരന്തരം ഈ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ പിള്ളേർക്കാണെങ്കിൽ മാതാപിതാക്കളുടെ പഴംപുരാണങ്ങളൊന്നും കേൾക്കാൻ താല്പര്യവുമില്ല. അവർ പറയും, നിങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, ഞങ്ങൾ 2 ഡ്രസ്സും കൊണ്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത്, ഞങ്ങൾ ഇങ്ങനെ ഒരു പെൻസിൽ തീരുന്നത് വരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. പിള്ളേരുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അവർ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കിതൊന്നും മനസ്സിലാകില്ല. ഇപ്പോൾ മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും ഒക്കെ പറയുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഒക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവർക്ക് എങ്ങനെ അത് ഗ്രഹിക്കാൻ പറ്റും? ഈ ഒരു ജനറേഷണൽ ഗ്യാപ്പ് എന്നും എക്കാലം ഉള്ളതാണ്. ഈ പഴയ നിയമത്തിൻ്റെ ആ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം, ആ ചട്ടക്കൂട്ടുമായി അപ്പുറം ചിന്തിക്കാൻ പറ്റാതിരുന്ന ഒരു ജനസമൂഹത്തോട് ഈശോ തൻ്റെ പുതിയ പ്രബോധനങ്ങൾ, സ്നേഹത്തിൻ്റെ പ്രബോധനങ്ങൾ പങ്കുവെച്ചപ്പോൾ അതൊക്കെ ഗ്രഹിക്കാൻ പറ്റിയില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവർ വന്നിട്ട് പറയുന്നത്, യോഹന്നാന്റെ ശിഷ്യന്മാർ ഇതാണ് ഉപവസിക്കുന്നു. അവരുടെ റിലീജിയസ് സഭാപരമായ ചില തീരുമാനങ്ങളും ആലോചനകളും ആയിരുന്നു, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മമൊക്കെ. ഇതെല്ലാം യഹൂദരും അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുന്ന അപ്പസ്വലന്മാര് ഉപവാസം ഒന്നുമില്ലാതെ കടന്നു പോവുകയാണ്. ഇന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് അവരൊന്നും ചോദിച്ചത്, എന്തുകൊണ്ടാണ് യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ടല്ലോ, നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്? അപ്പോൾ യേശു തൻ്റെ ജീവിത വിളിയെക്കുറിച്ചും വരാൻ പോകുന്ന അപ്പസ്തോലന്മാർ അനുഭവിക്കേണ്ട, തൻ്റെ മരണത്തിന് ശേഷം അനുഭവിക്കേണ്ട പീഡനങ്ങളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശു പറയുന്ന കാര്യങ്ങളാണതൊക്കെ. ആ ജനത്തിനത് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ക്രിസ്തു സ്നേഹത്തിൻ്റെ
ബോധ്യത്തിലേക്ക് വളർത്തപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ, ഉയരാത്തൊരു കാലഘട്ടത്തിൽ എന്തു പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ കാലഘട്ടത്തിൽ അത് തന്നെ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, മകൻ വിദേശത്തൊക്കെ പോയി അത്യാവശ്യ കാശൊക്കെ ആയി. അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വീട് പൊളിച്ചിട്ട് നല്ലൊരു ഭവനം പണിയണമെന്ന്. ആ ആലോചന ആഗ്രഹങ്ങളൊക്കെ മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് പൊളിക്കാൻ പറ്റിയല്ല, ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ ഭവനമാണ്, അതുകൊണ്ട് ഇത് പൊളിക്കാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായ പിടിവാശി. പഴയ വർഷങ്ങൾ പഴക്കമുള്ള വീടാ, ഉണ്ട് ഇത് പൊളിക്കാൻ പറ്റില്ല, നീ വേണമെങ്കിൽ വേറെ പണിതോളാൻ പറഞ്ഞു. അവരടുത്ത് പറഞ്ഞ്, നിനക്ക് അങ്ങനെ വീട് വെക്കണമെന്ന് അത്രയും നിർബന്ധമാണെങ്കിൽ ഇവിടെ പിന്നെ ഇവൻ വേറെ സ്ഥലവും ഇതൊക്കെ മേടിച്ച്, കാരണം വിദേശത്ത് സെറ്റിലായിരിക്കുന്ന ഒരു കുടുംബം നാട്ടിൽ വന്നു കഴിയുമ്പോൾ പഴയ ആ ഒരു ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ താമസിക്കാനൊക്കെ പ്രത്യേകിച്ച് അവർക്ക് പറ്റുമായിരിക്കും, മക്കൾക്ക് പറ്റും, മക്കളുടെ മക്കൾക്ക് അത് പറ്റിയല്ല, സ്വീകാര്യമാകണമെന്നില്ല. അവനെ സംബന്ധിച്ച് അവൻ നിർബന്ധിതനായി അവന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അവന്റെ കുടുംബത്തിന് വേണ്ടി മറ്റൊരു ഭവനം പണിയും. പക്ഷേ മാതാപിതാക്കളുടെ ഒറ്റ മകനുമാണ്, അതുകൊണ്ട് ആ മാതാപിതാക്കൾ താമസിക്കുന്ന ആ ഭവനം പൊളിച്ച്, പഴയ ഭവനം പൊളിച്ച് പുതിയൊരു ഭവനം പണിയാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ മാതാപിതാക്കൾ വിട്ടുകൊടുക്കുകയില്ല. അവരോട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇവിടെ കിടക്കുള്ളൂ എന്ന് പറഞ്ഞു, ഞങ്ങൾ മരിക്കുന്നവരെ ഞങ്ങൾ ഈ ഭവനത്തിൽ കിടക്കുള്ളൂ എന്ന് പറയുന്നത്. അതാ പറഞ്ഞില്ലേ, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. ചില പഴയ തോൽക്കുടങ്ങൾ പുതുവീഞ്ഞ് ഒഴിക്കുമ്പോൾ അത് സ്വീകാര്യമല്ലാതെ വരുമ്പോൾ അത് കാരണം എന്താ, പഴയ തോൽക്കുടങ്ങളുടെ ഒരു പ്രത്യേകത അതിന്റെ ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇങ്ങനെ വലിയുന്നൊരു തോൽക്കുടങ്ങൾക്ക്. അത് ഈ വീഞ്ഞിനൊരു നമുക്കറിയാം ഒരു ഫെർമെന്റേഷൻ ഉണ്ട്. അതിങ്ങനെ നമ്മുടെ വീഞ്ഞില് മറ്റേ അപ്പത്തിലൊക്കെ ഇടിക്കുന്ന പുളിച്ചു പൊങ്ങുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ആ വീഞ്ഞ് തോൽക്കുടങ്ങളിൽ ഒഴിക്കുമ്പോൾ അതിങ്ങനെ പുളിക്കാൻ തുടങ്ങും. അപ്പോൾ പുതിയ തോൽക്കുടങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ആണ്. ആ തോൽക്കുടങ്ങൾ പയ്യ അത് വീഞ്ഞ് പുളിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ അല്പം കൂടി അയയാൻ തുടങ്ങും. പക്ഷേ തോൽക്കുടങ്ങൾ പഴയതാകുമ്പോൾ ഭയങ്കര റിജിഡായിട്ട് മാറും, ഹാർഡായിട്ട് മാറും. ഇപ്പം ഇത് പിന്നെ പ്രത്യേകിച്ച് തോൽക്കുടങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. പുതുവീഞ്ഞ് ഒഴിക്കുമ്പോൾ അതിൻ്റെ വീഞ്ഞിൻ്റെതായ ഫെർമെൻറ്റേഷൻ സംഭവിക്കുമ്പോൾ, പുളിപ്പ് സംഭവിക്കുമ്പോൾ ഈ തോൽക്കുടം സ്റ്റിഫായിട്ടിരിക്കുമ്പോൾ തോൽക്കുടങ്ങൾ പൊട്ടി തകർന്നു പോകും. പുതുവീഞ്ഞിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ തോൽക്കുടങ്ങൾ പുതുക്കി പണിയേണ്ടതുണ്ട് ചില സമയങ്ങളിൽ. ഈശോ പറഞ്ഞുകൊണ്ടിരുന്നത് താൻ പ്രഘോഷിച്ചുകൊണ്ടിരുന്ന സ്നേഹത്തിന്റെ സുവിശേഷത്തെക്കുറിച്ചാണ്. യേശുവിന്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കാൻ പറ്റാതെ പോയൊരു ജനത്തോട് ഈശോ പറയുന്നത്, നിങ്ങളുടെ തോൽക്കുടങ്ങൾ പുതുക്കി പണിതാലേ ഞാൻ പ്രഘോഷിക്കുന്ന പുതുവീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പഴയ തോൽക്കുടങ്ങൾ പൊളിച്ചു മാറ്റാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ ആരംഭിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ ആത്മീയമായി നമ്മൾ എടുക്കേണ്ട ആ ഒരു ചിന്താശകലം. നമ്മുടെ പഴയ ചില ജീവിത ശൈലികള്, ചിന്താഗതികള്, മനോഭാവങ്ങള്, ക്രിസ്തുവില്ലാതെയുള്ള ചില ആലോചനകളെ നമ്മൾ തകർത്ത് കളയാതെ, യേശുവിന്റെ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയാതെ പുതുവീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരുപക്ഷെ നമ്മളിൽ സാധ്യമല്ലാതെ വരും എന്നുള്ള സന്ദേശം കൂടി ഇന്നത്തെ വായനകൾ നമുക്ക് തരുന്നുണ്ട്. ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രബോധനമായിരുന്നു പുതിയ പ്രബോധനമായിട്ട് മാറിയത്. കാരണം പഴയ നിയമത്തിന്റെ ചിന്താഗതിക്ക് ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി അടിച്ചു പൊളിക്കണം എന്നുള്ള ആ ചിന്താഗതിക്ക് അപ്പുറമായിട്ട് ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കണമെന്നും ശത്രുവിനെ സ്നേഹിക്കണമെന്നുള്ള യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രബോധനം സ്വീകരിക്കാൻ നമ്മളിനിയും രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പഴയ തോൽക്കുടങ്ങളെ പുതുക്കി പണിത് പുതുവീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ തക്ക വിധത്തിൽ നമ്മളെ നവീകരിക്കണമെന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.